എന്തിനാണ് ഫീൽഡ് ഔട്ട് ആക്കണേ? പതുക്കെ പിടിച്ച് നോക്കട്ടെ. എന്താണ് നോർമലി ഇപ്പം നല്ല രീതിയിൽ കരിയോഗ്രാഫിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആക്ടേഴ്സിനെ പലരും ഇങ്ങനെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഷൈൻ്റെ പടം ഇറങ്ങിയ സമയത്ത് അദ്ദേഹത്തിന്റെ സിനിമ തകർക്കാനായിട്ട് പലരും ശ്രമിക്കുന്നുണ്ട്. സിനിമ പല ഓടുന്നില്ല, നെഗറ്റീവിൽ സോഷ്യൽ മീഡിയയിലൂടെ നെഗറ്റീവിൽ കൊടുക്കുന്നുണ്ട്. എപ്പോഴും അർജുന്റെ കരിയർ നോക്കി തന്നെ നല്ല രീതിയിൽ പൊക്കോണ്ടിരിക്കുകയാണ്. എപ്പോഴെങ്കിലും ഏതെങ്കിലും പോയിന്റ് ആരെങ്കിലും താങ്കളെ ടാർഗറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടോ? ഇല്ല ബ്രോ, കാരണം എനിക്കിപ്പോ ഞാൻ ചെയ്ത പടങ്ങളും മോശമായ പടങ്ങളും ഉണ്ട്. അതിന്റെ നെഗറ്റീവ് കമന്റ്സ് എനിക്ക് വരാറുണ്ട്. നല്ല പടങ്ങളും ഉണ്ട്. അപ്പോ നമ്മള് നോക്കി ശ്രദ്ധിച്ച് നല്ല സ്ക്രിപ്റ്റ് ഒക്കെ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ കടമ. എന്റെ പെർസ്പെക്റ്റീവില് നമുക്ക് ചിലപ്പോ നമ്മള് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചിലപ്പോ ഇറങ്ങുന്ന സമയം അല്ലെങ്കിൽ ചെയ്തു വരുമ്പോ നമ്മൾ ഉദ്ദേശിച്ച രീതിക്ക് ആവാതാവുമ്പോഴൊക്കെയാണ് പടം ഓഡിയൻസിന് വർക്കൗട്ട് ആവാതെ. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് അടുത്ത പടത്തിൽ തിരുത്താ അല്ലെങ്കിൽ നോക്കി ചെയ്യുക എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ടാർഗറ്റ് ചെയ്യുക, നമ്മളെ തളർത്താൻ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. എന്ത് ഓഫറാണ്? ഞാൻ ചെയ്തു, നല്ല ഓഫറായിരുന്നു. ഞാൻ പറയാം, അതെന്താ അനൗൺസ് ചെയ്തിട്ടില്ല. അതിപ്പോ ഞാൻ ഇട്ടിട്ടില്ലേ ഒരു പടം, നമ്മുടെ AL വിജയ് സാറിന്റെ പടത്തിൽ ഒരു പടം ഒരു ക്യാരക്ടർ ചെയ്തായിരുന്നു, സെക്കൻഡ് ലീഡ് പോലെ. അറിയില്ല. ചില വ്യക്തികൾ ചെയ്യുന്നുണ്ട് ജീവിതാനുഭവത്തിൽ നടന്നു അങ്ങനെ ഒരു വ്യക്തിയെ ഒരു ആക്ടറെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആ പടങ്ങൾ മോശമാക്കാൻ ആ ശ്രമങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ മോശമാക്കാൻ പറ്റുമോ? ആളുകള് കാണുന്ന പോലെ തന്നെ ഇരിക്കും. ഒരു 10 പേര് കണ്ടിട്ട് 5 പേർക്ക് സിനിമ വർക്കായിരിക്കും. അല്ലാതെ നമുക്ക് ആർക്കും ഒരു വ്യക്തി എൻ്റെ കുറച്ച് ആൾക്കാർ വന്നിട്ട് പടം മോശമാണെന്ന് പറഞ്ഞാൽ പടം മോശമാവില്ല. ആളുകൾ കണ്ടത് ഇഷ്ടപ്പെട്ടാൽ സിനിമ വിജയിക്കും. നമ്മളുടെ പടത്തിൽ തന്നെ നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്ന കാര്യം, നമ്മുടെ പടം അങ്ങനെ ഭയങ്കര വലിയ ഹൈപ്പും പരിപാടിയൊന്നും കൊടുത്തിട്ട് വന്നൊരു സിനിമയല്ല. പക്ഷെ തിയേറ്ററിൽ ആളുകൾ കണ്ടു കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ നമുക്ക് റിവ്യൂസ് വരുന്നത്. പടം നന്നായിട്ട് വരുന്നു എന്നൊക്കെ പറയുന്നു. തിയേറ്റേഴ്സിൽ ഇപ്പോൾ അത്യാവശ്യം ആളുകൾ കയറി തുടങ്ങുന്നു. അപ്പോൾ അങ്ങനെ ടാർഗറ്റ് ചെയ്ത് ആൾക്കാരെ മാറ്റി വെക്കാൻ പറ്റുന്നൊരു കാലഘട്ടം കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം കുറേ കൂടി കാര്യങ്ങൾ ഓപ്പണായി, ആളുകൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. വളരെ ട്രാൻസ്പെറൻ്റ് ആണ് സിനിമ, എങ്ങനെയാണ് മോശമാണോ നല്ലതാണെന്ന് ഒരു 5 മിനിറ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഓൺലൈൻ റിവ്യൂസും എവിടെയൊന്നും കണ്ടെങ്കിൽ മനസ്സിലാവുന്ന ഒരു സമയത്തിലേക്ക് മാറി. കണ്ടിട്ട് തീരുമാനിക്കട്ടെ. ഞങ്ങൾക്കറിയില്ല. ഇതൊക്കെ വ്യക്തമാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഹൈദരക്ക അത് ചിലപ്പോ ഹൈദരക്ക പറഞ്ഞ പോലെയൊക്കെ ആയിരിക്കാം. ഹൈദരക്ക എന്താ വിശ്വസിക്കണേ? കഴിയുമോ? മലയാള സിനിമയ്ക്ക് മൊത്തത്തിലാണ് വരുന്നത്. എല്ലാവർക്കും ബാധകമാണ്. ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ മലയാള സിനിമയിൽ ഇങ്ങനെയാണ്. പക്ഷെ നിങ്ങൾ ഉൾപ്പെടുന്ന മീഡിയയും കൂടി അങ്ങനെ ചെയ്യുന്നു പറയുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടോ? എന്ത് തോന്നുന്നു ഹൈദരക്ക? വ്യക്തിപരമായി ചെയ്യുന്നു ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. ആളുകൾ വ്യക്തിപരമായി അതാണ് അവിടെയാണ് യോജിപ്പില്ലാതെ കാര്യം. എനിക്കറിയില്ല, എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഇതുവരെ. ചിലപ്പോ അനുഭവം ഉണ്ടാകുമ്പോൾ കിട്ടുമ്പോ പഠിച്ചോണ്ടിരിക്കും. എനിക്കറിയില്ല. ഇപ്പൊ കിട്ടിയപ്പോ എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിരിക്കും പിന്നെ സമയം. എനിക്ക് എനിക്ക് എഴുതാനല്ല അറിയാം, വായിക്കാറില്ല.